ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെരുന്നാൾ തലേന്നത്തെ വ്ളോഗായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. എനിവേ, നിഷൂനായാലും എനിക്കായാലും ഒക്കെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ പോയിട്ട് വാങ്ങിച്ചു വെച്ചു കേട്ടോ. ദെൻ പിന്നെയാണ് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കണത്. ജ്യൂസിനെന്ന് ഉറുമാമ്പഴമായിരുന്നേ. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്ക് ഇപ്പിച്ച് അതൊക്കെ തൊലിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് ജ്യൂസ് അടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. സോ ജ്യൂസൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. മാസം കാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും നമുക്കൊരു ഉറപ്പും ഇല്ലല്ലോ. എനിവേ, നമ്മുടെ 29ാമത്തെ നോമ്പിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ ആദ്യം പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ലാസ്റ്റ് നോമ്പല്ലേ, ആദ്യത്തെ നോമ്പിനും അവസാനത്തെ നോമ്പിനാണ് നമ്മൾ അധികവും പത്തിരി ഉണ്ടാക്കൽ കേട്ടോ. ഇതിപ്പം ആലോചന മാത്രമേ നടന്നിട്ടുള്ളായിരുന്നേ. പിന്നെ നമ്മൾ നൂലപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് ഫാൻസിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. ഒരു 5-5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള തേങ്ങാച്ചോറും ചിക്കൻ കറി അവിടെ അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. ഈ ഒരു റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ഈ തേങ്ങാച്ചോറിൻ്റെ ഇക്കാരം കുറേ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് കഴിക്കാനായാലും ഉണ്ടാക്കാനായാലും ഒക്കെ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണല്ലോ, അപ്പോൾ നമുക്കിത് കഴിക്കാനും ഇഷ്ടമാണ്. പിന്നെ പറ്റി വന്നപ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊടുന്നതിനും പഴംപൊരിയും കട്ട്ലേറ്റും ഈ ഒരു എഗ് പഫ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിലും നോമ്പറക്കാനാവുമ്പോഴേക്ക് ഈ ടേബിൾ അങ്ങോട്ട് നിറയും. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു നമ്മൾ നോമ്പൊക്കെ തുറന്നിങ്ങനെ ഇരിക്കണ ആ ഒരു ടൈമിലാണ് നമ്മൾ പള്ളിക്കെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയണത്. അതായത് തെക്കുബീറൊക്കെ ചെല്ലൂലേ, നാളെ പെരുന്നാളാണ് എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ നമുക്കങ്ങനെ 29 നോമ്പാണ് കിട്ടിയിട്ടുള്ളത്. പെരുന്നാളാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ അരി കൊടുക്കൽ. അപ്പോൾ അത് വേഗം കൊടുക്കാനുള്ളതൊക്കെ അങ്ങോട്ട് ഓരോരോ കവറിലോട്ടാക്കി വെക്കുകയാണ് കേട്ടോ. നമുക്ക് മൊത്തം ഇപ്പോൾ എത്രയോ 12 13 12 കിലോ അങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നണേ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അതൊക്കെ തൂക്കിയതും അളന്നതും കൊടുക്കണതൊക്കെ. ഞാനിങ്ങനെ ജസ്റ്റ് കവർ പിടിച്ച് കൊടുക്കുക എന്നുള്ളതുള്ളേ. ഇത്തവണ ഇപ്പച്ചിൻ്റെ അരി നമ്മൾ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ അരി കൊടുക്കൽ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ എൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും ഡെലിവറി കഴിഞ്ഞ ഉടനെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ്, അതായത് ഐബുട്ടൻ്റെ ഫസ്റ്റ് പെരുന്നാൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ പെരുന്നാൾക്കുള്ള അരി കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയായിരുന്നു കൊടുത്തിൻ്റെത് കേട്ടോ. എൻ്റെതും ഐബുട്ടൻ്റെതും നിഷുവിൻ്റെതൊക്കെ, കാരണം നമ്മൾ അവിടെയാണല്ലോ നിന്നത്. അതുപോലെ ഇപ്പം ഇത്തവണ ഈ പെരുന്നാൾക്ക് ഇവിടെ ആയതുകൊണ്ട് ഇപ്പച്ചിൻ്റെ അരി ഇവിടെയും കൊടുത്തു. കുടിയിരുന്നിട്ട് 6 മാസമൊക്കെ ആയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഇവിടുത്തെ അയൽവാസികളൊന്നും അങ്ങനെ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഇവിടെ എവിടേക്കേ കൊടുക്കണം എവിടേക്കേ കൊടുക്കണ്ട എന്നൊന്നും അറിയില്ല കേട്ടോ. എത്ര വീടുണ്ട് എന്ന് പോലും അറിയില്ല. അപ്പോൾ അതൊക്കെ ആൾ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഐബൻ, എന്താണ് എൻ്റെ പ്രശ്നം? ഇങ്ങോട്ട് നോക്ക്, എന്താ പ്രശ്നം? ഇവിടെ പൊതുവേ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ പകലുറക്കം വളരെ കുറവാണ് കേട്ടോ. മഗ്‌രിബ് അങ്ങോട്ട് ആയാൽ തുടങ്ങും ഐബുട്ടന് ഉറക്കത്തിൻ്റെ ആ ഭ്രാന്ത് വരല്. പിന്നെ കരച്ചിലും ബഹളും ആകെ മൊത്തം ഒരു ചീച്ചിലേക്കാരം. അരിയൊക്കെ കവറിലോട്ടാക്കിയ സ്ഥിതിക്ക് ഇതാ ഓരോ വീട്ടിലേക്കായിട്ട് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കൊണ്ടേ കൊടുക്കാനുള്ള നിഷുവിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ കുട്ടിക്കാലാണ് ഓർമ്മ വരിക. എനിക്ക് തോന്നുന്നു അതൊക്കെ ഇതിനേക്കാളും എത്രയോ രസമുണ്ടായിരുന്നു. ആ പെരുന്നാളാണ് പെരുന്നാൾ. ഇപ്പം അങ്ങനത്തെ പ്രത്യേകിച്ച് അങ്ങനത്തെ വൈബൊന്നും ഇല്ലല്ലോ. ഇപ്പച്ചാണെങ്കിൽ ഇതവിടെ ഷർട്ടൊക്കെ ഇസ്തിരി ഇടുവാണ്. ഷർട്ടും തുണിയും, അതായത് പിറ്റേ ദിവസം ഇപ്പാക്കും ഇപ്പാൻ്റെ മരുമകനൊക്കെ പള്ളിക്കൊക്കെ പോകാനുള്ള ആ ഒരു തുണിയും ഷർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ഫുൾ ബിസി ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഈ പടക്കം പൂത്തിരി അങ്ങനത്തെ സംഭവമൊന്നും നിഷുവിന് കൊടുന്നു കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് അന്തിക്കാണ് കൊടുന്നത്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തന്നെ ആ സംഭവം പൊട്ടുന്നുണ്ട്. അപ്പോൾ ഐബുട്ടന് പേടിയൊന്നുമില്ല. നമ്മൾ വിചാരിച്ചത് ആൾ പേടിച്ച് കരയുന്നതാണ്. അവന് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഓരോ പടക്കം പൊട്ടുമ്പോഴേക്ക് ഇവിടെ ഭയങ്കര ചിരിയും ബഹളവും പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ.
അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഐബുട്ടിനുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ഓനെ ഉറക്കി കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഉറക്കത്തിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ആൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കുവാണ്. അപ്പോൾ അവനെ പിടിച്ച് ഉറക്കി കൊടുത്ത് ഓനെ ഉറക്കിയിട്ട് വേണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ചെയ്യണതിൻ്റെ മുൻപ് തന്നെ നിഷുവിനെ പിരിച്ചു വിടണം, അതായത് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. ഇത് ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ്. ഇപ്പോൾ ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇത്ര വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കാരണം ഏത് നേരം മൈലാഞ്ചി ഇട്ടുകൊണ്ടേക്കാരം എൻ്റെ 2 കൈയിലും മൈലാഞ്ചി പോയ സമയമേ ഉണ്ടാവില്ല. നഖമായാലും ശരി, ഇനി കൈയിൻ്റെ ഉള്ളായാലും പുറമായാലും ശരി, ഏത് നേരം മൈലാഞ്ചി ഇക്കാരം കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു മൈൻഡൊക്കെ ഇപ്പോൾ എവിടെയോ നഷ്ടപ്പെട്ടിരിക്കണം. ഇപ്പം അങ്ങനത്തെ ഒരു ആഗ്രഹമേ ഇല്ല. ഇട്ട് കൊടുത്ത മെഹന്തി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ കുറച്ചധികം, അതായത് നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തൊലിച്ച് സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ബിഗ് ടാസ്ക്. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ല, അപ്പോൾ റിസ്ക് എടുക്കണ്ട, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുക, പുറത്തുനിന്ന് കൊണ്ടുവരാന്നുള്ളത്. അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾ ആദ്യമായിട്ടുള്ള പെരുന്നാളാണ്, അതായത് പുതിയ വീട് കൂടിയിരുന്നതിന് ശേഷമുള്ള ഫസ്റ്റ് പെരുന്നാളാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കണം, എന്തായാലും ഇവിടെ ഉണ്ടാക്കൽ നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. സംഭവം നമ്മൾ കുറച്ചധികം എഫേർട്ട് ഇടേണ്ടി വന്നാലും നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ട്. എക്സ്പെഷ്യലി ഇങ്ങനത്തെ ആ ഒരു സ്പെഷ്യൽ ഡേയ്സിൽ, അതായത് പെരുന്നാൾ ഇങ്ങനത്തെ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി തൊലിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു പെരുന്നാൾ വൈബ് കിട്ടണേ ഇല്ല കേട്ടോ. മൈലാഞ്ചി ഇട്ടിട്ടും കൂടി കിട്ടണില്ല. സാധാരണ ഇനിയിപ്പോൾ ഇത് പോട്ടെ, നമുക്ക് മൈലാഞ്ചി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു വൈബ് കിട്ടുമല്ലോ, ഇതിപ്പോൾ അതും കിട്ടണില്ല. എനിക്കറിയില്ല നമ്മൾ മൊത്തം തള്ള വൈബ് ആയതാണോ അതോ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ ആക്കി മാറ്റിയതാണോ എന്ന് പോലും അറിയില്ല. നമ്മൾ എത്രത്തോളം പെരുന്നാളാണെന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടും നമുക്ക് ആ ഒരു സന്തോഷവും സമാധാനവും കിട്ടണേ ഇല്ല. മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവരില്ലാതെ നമുക്ക് എന്ത് പെരുന്നാളില്ലേ, അതാണ് നമ്മുടെ മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് കാണുന്നവർക്കായാലും അറിയാം, ഇനി പുതിയവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അനിയത്തിയായാലും അനിയനായാലും ഒന്നും നാട്ടിലില്ല, പിന്നെ ഉമ്മച്ചി ഓൾറെഡി ഈ ലോകത്തേ ഇല്ല, അതാണ് അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് ആകെ കൂടെ ഉള്ളത് ഇപ്പച്ചിയാണ്. ആ ഇപ്പച്ചിയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇരുത്തുവാണല്ലോ, അപ്പോൾ നമുക്ക് വീട്ടിലേക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു വൈബും ഇല്ലായിരുന്നു. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ പെരുന്നാളാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളതിൽ നമ്മൾ സന്തോഷിക്കാമെന്ന് പറയില്ലേ, അതുപോലെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നല്ലോണം സന്തോഷിക്കണം. വിറകടുപ്പില്ലാത്തതുകൊണ്ട് തന്നെ ചോറൊക്കെ വെക്കാൻ നമ്മളിതാ പുറത്താണ് അടുപ്പ് സെറ്റാക്കണത് കേട്ടോ. അടുപ്പ് തന്നെ ബിരിയാണി വെക്കണമെന്ന് എനിക്ക് ഒരേ ഒരു നിർബന്ധമായിരുന്നു. നമ്മൾ പെരുന്നാൾ തലേന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. പെരുന്നാളിൻ്റെ അന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.